നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ്. വയനാട്ടിൽ 20%, ചേലക്കരയിൽ 19% പോളിംഗ്. ബുൾഡോസർ രാജ്, BJP സർക്കാരുകൾക്ക് കനത്ത തിരിച്ചടി. രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതി, കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവില. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം T20 ഇന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും ശക്തമായ പോളിംഗ്. ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ വയനാട്ടിൽ 20.8% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചേലക്കരയിലും പോളിംഗ് 19% പിന്നിട്ടു. രണ്ട് മണ്ഡലത്തിലും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് ഉള്ളത്. വയനാട്ടിലെ 117-ാം ബൂത്തിലടക്കം ചില ബൂത്തുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു. വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറാണ് കാരണം. ചേലക്കരയിലെ തിരുവില്ലാമല പഞ്ചായത്തിലെ പാമ്പാടി സ്കൂളിൽ 116-ാം നമ്പർ ബൂത്തിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടായി. BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ വോട്ട് ചെയ്യേണ്ട ബൂത്താണ് ഇത്. ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയതിന് പിന്നാലെ യന്ത്രത്തിൽ ഇൻവാലിഡ് എന്ന് കാണിക്കുകയായിരുന്നു. തിരുവമ്പാടി മണ്ഡലത്തിൽ 2 വോട്ടിംഗ് മെഷീനിൽ തകരാറുണ്ടായി. കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറാം തോട് ബൂത്ത് 86-ലും അഗസ്ത്യമഴിയിലെ 117-ാം നമ്പർ ബൂത്തിലുമാണ് തകരാർ ഉണ്ടായത്. ബുൾഡോസർ രാജിൽ BJP സർക്കാരുകൾക്ക് കനത്ത തിരിച്ചടി. രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്തെത്തി. ബുൾഡോസർ രാജ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അധികാര ദുർവിനിയോഗം അനുവദിക്കാൻ ആകില്ലെന്നും ഭരണഘടനാപരമായ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കാൻ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത് പ്രധാനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കുറ്റാരോപിതരുടെ കേസ് മുൻകൂട്ടി വിലയിരുത്താൻ കഴിയില്ല. കുറ്റാരോപിതന് പോലും ചില അവകാശങ്ങളും സംരക്ഷണങ്ങളും ഉണ്ട്. നിയമപരമായ അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ വീടുകൾ പൊളിക്കുന്നത് അന്യായമാണ്. കുറ്റാരോപിതരായ ഒരാളുടെ വീട് സർക്കാരിന് പൊളിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. വീട് നഷ്ടപ്പെടാതിരിക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരു വ്യക്തി കുറ്റാരോപിതനായതിന്റെ പേരിൽ വീട് പൊളിക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പൊന്നാനിയിൽ വീട്ടമ്മയെ പോലീസുകാർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. SP സുജിത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. CI വിനോദിന്റെ ഹർജിയിലാണ് നടപടി. മലപ്പുറം മുൻ SP സുജിത് ദാസ്, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ പീഡിപ്പിച്ചെന്നും തിരൂർ മുൻ DYSP VV ബെന്നി എന്നിവർക്കെതിരെയായിരുന്നു യുവതിയുടെ പരാതി. ഇവർക്കെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു. മജിസ്ട്രേറ്റിന് ഉചിതമായ തീരുമാനം എടുക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. FIR രജിസ്റ്റർ ചെയ്യാൻ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയ തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. ഇനി കായിക വാർത്ത. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം T20 മത്സരം ഇന്ന് നടക്കും. രാത്രി 8:30 സെഞ്ചുറിയനിലാണ് മത്സരം. 4 മത്സരങ്ങളുടെ പരമ്പര നിലവിൽ 1-1 എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 61 റൺസിന് ജയിച്ചപ്പോൾ രണ്ടാം കളിയിൽ 3 വിക്കറ്റ് ജയത്തോടെ ദക്ഷിണാഫ്രിക്ക ഒപ്പമെത്തുകയായിരുന്നു. കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവില 22 കാരറ്റ് സ്വർണത്തിന്റെ വില 7045 രൂപയും 24 കാരറ്റ് സ്വർണത്തിന്റെ വില 7685 രൂപയുമാണ്. വാർത്തകൾ അവസാനിച്ചു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.